ഹായ് ഹലോ. ഇന്നത്തെ ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞ സമയത്ത് ശുഭമുഹൂർത്തത്തിൽ ഞാനും അതിന് തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇന്നൊന്ന് ആതിരപ്പള്ളി പോയിട്ട് വരാമെന്ന്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചേക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ആതിരപ്പള്ളി ഒരു വട്ടേ പോയിട്ടുള്ളൂ. ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ പോകുന്നത്. അപ്പം അന്ന് പോയേക്കുന്നതൊക്കെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആയതുകൊണ്ട് ഈ പോകുന്ന വഴി ഭയങ്കര ഭംഗിയാണ് കാണാനൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ടൂറിസ്റ്റ് ബസ് നമ്മൾ കുടുങ്ങിയിരുന്ന് ഇങ്ങനെ ആടിപ്പാടി പോകുന്നതുകൊണ്ട് ഒരിക്കലും എങ്ങനെയാണ് ആ പോയ വഴിയൊന്നും ഇരിക്കുന്നതെന്നും എനിക്കൊരു ഓർമ്മയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ദിവസം ഒരു വ്ളോഗായിട്ട് എടുക്കാം. കാരണം ഇനി ഞാൻ ഈ വഴിക്ക് ഇനി എന്നാ വരിക എന്നറിയത്തില്ല. കാരണം സ്കൂളിൽ പഠിച്ചപ്പോൾ വന്നിട്ട് ഇനി ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു മെമ്മറി പോലെ എടുത്ത് സൂക്ഷിക്കാം. പോയ വഴിയൊക്കെ എങ്ങനെയായിരുന്നു, ഇന്നത്തെ ഈ ദിവസം എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു, അത് ഞാനിപ്പം ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചേക്കുകയാണ്. അപ്പം വെൽക്കം ടു മൈ ആതിരപ്പള്ളി വ്ളോഗ്. ഐസ്ക്രീം കണ്ടു വണ്ടി നിന്നു. ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് ഗൈസ്, മഴയൊക്കെയാണ്. ഞങ്ങൾ ആതിരപ്പള്ളി കണ്ടു. ഞങ്ങൾ കണ്ടു എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് പ്രോപ്പറായിട്ട് അതാണ് ആതിരപ്പള്ളി എന്ന് ഞാൻ കണ്ടു. കാരണം ഞാനിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വട്ടേ പോയിട്ടുള്ളൂ. പോയപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, മറ്റേ ഐശ്വര്യറായി മറ്റേ മറ്റേ പാട്ട് പാടുന്ന സെറ്റപ്പ് അതെവിടെയാണ് ഞാൻ കണ്ടേക്കുന്നത്? മറ്റേ മേളിയിൽ മറ്റേ വെള്ളം ചാടുന്ന അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ താഴത്തേത് കണ്ടിട്ടില്ല. എന്നാണ് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അത് കാണുന്നത്. താങ്ക്സ് ടു മാത്തൻ ഇച്ചിരി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മാത്രം നടന്നൊരു സംഭവം. നല്ല കാലാവസ്ഥ കേട്ടോ. ഓറഞ്ച് അലേർട്ടായിട്ട് ഇത്രയും നേരം വെയിലായിരുന്നു. ഇപ്പം മൊത്തത്തിൽ അങ്ങനെ ഇരുണ്ട് മഴയൊക്കെ തുടങ്ങി. മാത്ത ഫുഡല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വെൽക്കം ടു വാഴശാല. ഹരിത പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കുക. അങ്ങനെ ആതിരപ്പള്ളിയും വാഴശാലയും ഒക്കെ കണ്ടു. വാഴശാല ബോണസ് ആയിരുന്നു, ആതിരപ്പള്ളി കാണാനാണല്ലോ പോയത്. അങ്ങനെയൊക്കെ കണ്ടു. ഇനി കാട്ടിക്കൂടെ ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകണം. പണ്ടൊക്കെ ആതിരപ്പള്ളി എന്ന് പറയുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ പോയേക്കുമ്പം കിട്ടിയേക്കുന്ന ആ ഒരു ഓർമ്മയില്ലേ, അതായിരുന്നു. ഇപ്പൊ ശരിക്കും ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്നത് ഇതൊക്കെയാണ്. അത്രയൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും നല്ല മഴ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം മുമ്പ് ഞാൻ മാത്തൻ്റെ കൂടെ വാഗമണ്ണിൽ പോയതായിരുന്നു. അന്ന് ആ മഴയൊക്കെ നനഞ്ഞ് കോടയൊക്കെ
ഞാനൊരു അഡീഷണൽ ആയിട്ട് ചേർത്തേക്കുന്നതാണ് ഈ ആതിരപ്പള്ളി പോയേക്കുന്നത്. അവ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.